ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 4 ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 4ൻ്റെ അവസാനത്തെ പാർട്ടാണ്. നമ്മൾ ഈ ചാപ്റ്ററിനെ ഒരു 5 പാർട്ടായിട്ട് തിരിച്ചായിരുന്നു നമ്മൾ വീഡിയോസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ 4 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇതാണ് അവസാനത്തെ പാർട്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഈ ഒരു ഡയഗ്രമാണ്. ഇതിൻ്റെ സെൻറ്ററിൽ മധ്യഭാഗത്തായിട്ട് 1 മോൾ ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് STP എന്ന് കൊടുത്തിട്ടുണ്ട്. STP 1 മോൾ ഹൈഡ്രജൻ വാതകം, അതിൽ 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജൻ തന്മാത്രകളുണ്ട്, ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ട്. അതിൽ തന്നെ 2 ഗ്രാം ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്. അതിലുള്ള വ്യാപ്തം വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അതുപോലെ തന്നെ 1 മോളാർ ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് STPയിലുള്ളതിൽ 1 മോളാർ മാസ് ഹൈഡ്രജൻ ഉണ്ട്. അതുപോലെ തന്നെ അതിലുള്ള ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. എന്ന് പറയുന്നത് 2 മോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾക്കും ഈക്വലാണ്. അങ്ങനെ 1 മോൾ ഹൈഡ്രജൻ ഗ്യാസിൽ 2 മോൾ ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. ഇതാണ് നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് എല്ലാത്തിനും കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഡയഗ്രമാണ് ഇത്. ഹൈഡ്രജൻ ഗ്യാസിൻ്റെ കേസ്, ഹൈഡ്രജൻ വാതകത്തിൻ്റെ കേസിലുള്ളത് പറഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് ഒരു ഇക്വേഷൻ ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ആദർശവാതക സമവാക്യം. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡോ നിയമം ഇവ പരിഗണിച്ചാൽ കൺസിഡറിങ് ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡോസ് ലോ, നമുക്ക് അവരുടെ ഇക്വേഷൻസ് എല്ലാം അറിയാം. ബോയിൽസ് ലോ ആണെങ്കിൽ V പ്രപ്പോർഷണൽ ടു 1/P, അവിടെ ടെമ്പറേച്ചറും എന്നും കോൺസ്റ്റൻ്റ് ആയിരിക്കും, സ്ഥിരമായിരിക്കും. ദെൻ ചാൾസ് ലോ പറയുവാണെങ്കിൽ V പ്രപ്പോർഷണൽ ടു T, അവിടെ പ്രഷറും N നമ്പർ ഓഫ് മോൾസ് ആണ്, മോളുകളുടെ എണ്ണമാണ് N എന്ന് പറയുന്നത്, അത് സ്ഥിരമായിരിക്കും. ഇനി അവഗാഡോ നിയമം പറയുവാണെങ്കിൽ V പ്രൊപ്പോർഷണൽ ടു N എന്ന് പറയുന്നത് മോളുകളുടെ എണ്ണമാണ്, അവിടെ Pയും Tയും പ്രഷറും ടെമ്പറേച്ചറും താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എല്ലാം കൂടെ കണക്ട് ചെയ്ത് എങ്ങനെ എഴുതാം? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇടത്ത് ഭാഗം എല്ലാത്തിൻ്റെ സെയിം ആണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? V അനുപാതം V പ്രൊപ്പോർഷണൽ ടു 1/P ഇൻറ്റു T ഇൻറ്റു N എന്ന് എഴുതാം. V പ്രൊപ്പോർഷണൽ ടു 1/P ഇൻറ്റു T ഇൻറ്റു N എന്ന് എഴുതാം. പ്രൊപ്പോർഷണാലിറ്റി, ഈ അനുപാതം മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ഗുണിക്കുന്നു, ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ നമുക്ക് PV ഈക്വൽ എ കോൺസ്റ്റൻറ്റ്, ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു NT. ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇവിടുത്തെ ഈ കോൺസ്റ്റൻറ്റ്, ഈ സ്ഥിരസംഖ്യയാണ് വാതക സ്ഥിരാങ്കം, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലെറ്റർ R. ഇതിനെ വിശേഷിപ്പിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് R ആണ്. ഇതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം എന്താണ്? ലെറ്റർ R ആണ്. ദെൻ നമുക്ക് ആദർശ വാതക സമവാക്യം, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? PV ഈസ് ഈക്വൽ ടു NRT. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? PV ഈസ് ഈക്വൽ ടു NRT. PV എന്ന് പറയുന്ന മർദ്ദം, പ്രഷർ, V വോളിയം വ്യാപ്തം, N എന്ന് പറയുന്ന മോളുകളുടെ എണ്ണം നമ്പർ ഓഫ് മോൾസ്, R എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, വാതക സ്ഥിരാങ്കമാണ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ താപനില. ദി ഗ്യാസസ് വിച്ച് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ നോൺ ആസ് ഐഡിയൽ ഗ്യാസസ്. എല്ലാ താപനിലയിലും ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, മർദ്ദത്തിലും ഈ സമവാക്യം, ഈ ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ അനുസരിക്കുന്ന വാതകങ്ങളെ, ഗ്യാസിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസസ്, ആദർശവാതകങ്ങൾ എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. 224 ലിറ്റർ ഓക്സിജൻ O2 ഗ്യാസ് ഈസ് ടേക്കൺ അറ്റ് STP. A. How many moles of oxygen are there in it? ഇതിൽ എത്ര മോൾ ഓക്സിജൻ ഉണ്ട്? നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് അറ്റ് STP തരുവാണെങ്കിൽ STPയിൽ മോളുകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഗിവൻ വോളിയം ബൈ മോളാർ വോളിയം അറ്റ് STP. അപ്പോൾ എങ്ങനെയാണ്? N ഈക്വൽ നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം ഈക്വൽ ഗിവൻ വോളിയം. ഇവിടെ തന്നിരിക്കുന്ന വോളിയം എത്രയാണ്? 224 ഡിവൈഡ് ബൈ മോളാർ വോളിയം. മോളാർ വ്യാപ്തം എത്രയാണ് അറ്റ് STPയിലുള്ളത്? 22.4. 22.4. ഇപ്പോൾ മോളുകളുടെ എണ്ണം നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. 10 മോൾ എന്ന് കിട്ടും. 10 മോൾ. ഹൗ മെനി മോളിക്യൂൾസ് ആർ ദെയർ ഇൻ ഇറ്റ്? ഇതിൽ എത്ര തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട്? അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? മോള് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മോളുടെ എണ്ണം
ഇൻറ്റു അവഗാഡോ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് മോളിക്യൂൾസിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 അല്ലെങ്കിൽ NA എന്ന് എഴുതാം. NA ആണ് അവഗാഡോ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പല്. എത്രയും തന്മാത്രകൾ, എത്രയും മോളിക്യൂൾസ്. 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. ഓക്കെ, എന്നെ എന്താണെന്നറിയാലോ. ഇനി കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ദിസ് ഓക്സിജൻ സാമ്പിള്. ഇത്രയും O2 വാതകത്തിൻ്റെ മാസ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? മോൾ ഉപയോഗിച്ച്. മോളിൻ്റെ എണ്ണം അറിയാമെങ്കിൽ ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസേ ഡിവൈഡ് ബൈ മോളാർ മാസ് ചെയ്താൽ മതി അല്ലേ? മോളാർ മാസ് ചെയ്താൽ മതി. അപ്പം നമുക്കിവിടെ മോളിൻ്റെ എണ്ണം അറിയാം. എത്രയാണ്? 10. മാസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് G എന്ന് കൊടുക്കുന്നു. ഇവിടുത്തെ ഓക്സിജൻ്റെ മോളാർ മാസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒരു ഓക്സിജൻ്റെ 16 അപ്പോൾ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അതിൻ്റെ മോളാർ മാസ് വരുമ്പോഴത്തേക്ക് 32 എന്ന് വരും. 32. ഇപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് G = 32 ഇൻറ്റു 10. നമുക്ക് മാസ്, ഈ സാമ്പിളിൻ്റെ മാസ് എത്ര എന്ന് കിട്ടും? 320 എന്ന് കിട്ടും. 320 ഗ്രാം, 320 ഗ്രാം എന്ന് കിട്ടും. നമുക്കറിയാം മാസ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന മാസ്, ഗീവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. അപ്പോൾ മോളാർ മാസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇവിടുത്തെ ഓക്സിജൻ O2 ആണ്. അപ്പോൾ ഒരു ഓക്സിജൻ്റെ 16 ആയതുകൊണ്ട് 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 16 ഇൻറ്റു 2 32 നമുക്ക് കിട്ടും. നമ്മൾ ഓൾറെഡി ഇവിടെ മോൾസിൻ്റെ എണ്ണം ഇതിൻ്റെ കണ്ടുപിടിച്ചിട്ടുണ്ട് 10. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ മാസ് നമുക്ക് എത്ര എന്ന് കിട്ടും? 32 ഇൻറ്റു 10 320, 320 ഗ്രാം എന്ന് കിട്ടും. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദി സാമ്പിൾസ് വിത്ത് ഈക്വൽ വോളിയംസ് ഫ്രം ദി വൺസ് ഗിവൺ ബിലോ അറ്റ് STP. STPയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചുവടെയുള്ള സാമ്പിളുകളിൽ തുല്യ വ്യാപ്തം കാണിക്കുന്ന, ഈക്വൽ വോളിയൂംസ് കാണിക്കുന്ന ആരൊക്കെയാണ് കണ്ടെത്തുന്നത്. ഇപ്പോൾ 64 ഗ്രാം O2 ഉണ്ട്, 44 ഗ്രാം CO2 ഉണ്ട്, 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 NH3 മോളിക്യൂൾസും ഉണ്ട്. ഫസ്റ്റ് വൺ 64 ഗ്രാം O2 ആണ്, 64 ഗ്രാം ഓക്സിജൻ ആണ്. അതിലുള്ള വോളിയം വ്യാപ്തമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതിന് മുമ്പേ നമ്മൾ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് മോളുകളുടെ എണ്ണം N = ഗിവൺ മാസ് ബൈ മോളാർ മാസ്, ഗിവൺ മാസ് ബൈ തന്നിരിക്കുന്ന മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ഈക്വൽ. തന്നിരിക്കുന്ന മാസ് എത്ര? 64. ഓക്സിജൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 32 ആണ്. 32. അപ്പോൾ 64 ഡിവൈഡ് ബൈ 32. ഗ്രാമിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. ഇനി ലിറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യനകത്ത് ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ വോളിയം, തന്നിരിക്കുന്ന വ്യാപ്തം ഡിവൈഡ് ബൈ മോളാർ വ്യാപ്തം അറ്റ് STP, അല്ലെങ്കിൽ തന്നിരിക്കുന്ന വ്യാപ്തം ഡിവൈഡ് ബൈ 22.4. അങ്ങനെയാണ് നമ്മൾ ലിറ്ററിലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 2 മോളെന്ന് കിട്ടും. 2 മോളെന്ന് കിട്ടും. ഇനി നമുക്ക് വ്യാപ്തമാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം N = വോളിയം ബൈ STPയിലുള്ള മോളാർ വ്യാപ്തം, മോളാർ വോളിയം എന്ന് പറയുന്നത് 22.4 ആണ്. ഇവിടെ N എന്ന് പറയുന്നത് 2 ആണ്. ഈക്വൽ V ബൈ 22.4. അപ്പോൾ V കണ്ടുപിടിക്കാൻ റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ 22.4 ഇൻറ്റു 2. ഇവിടെ ഹരിക്കുന്നത് അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് അത് ഗുണിക്കുകയായി മാറും, അപ്പുറത്തെ സൈഡിലോട്ട് മാറുമ്പോൾ ഇൻറ്റു ആയി മാറും. അപ്പോൾ നമുക്ക് 44.8 എന്ന് കിട്ടും. 44
22.8 ലിറ്റർ. വോളിയം ആകുമ്പോൾ വ്യാപ്തം ആകുമ്പോൾ ലിറ്റർ എഴുതാൻ മറക്കരുത്. രണ്ടാമത്തെ 44 ഗ്രാം CO2. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഇതും സെയിം. നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം ഈക്വൽ തന്നിരിക്കുന്ന മാസ്, ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഓക്സിജൻ്റെയും CO2-ൻ്റെ ഒക്കെ മോളാർ മാസ് കണ്ടുപിടിച്ചുകൊണ്ടാണ് നേരിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓക്സിജൻ്റെ 16 കാർബൻ്റെ 12. ഓക്സിജൻ ഇവിടെ എത്ര ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ 16 × 2 പ്ലസ് 12 ചെയ്യണം, പ്ലസ് കാർബൻ്റെ 12. അപ്പോൾ നമുക്ക് 44 എന്ന് കിട്ടും മോളാർ മാസ് എന്ന് പറയുന്നത്. 44 മോളാർ മാസ്. മോളിക്കുലർ മാസാണ് കിട്ടുന്നത്. അതിനെ ഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അത് മോളാർ മാസ്. അപ്പോൾ നമുക്കിവിടെ 44 ഗ്രാം ആണ് തന്നിരിക്കുന്ന മാസ്. ഗിവൺ മാസ് എന്ന് പറയുന്നത് 44 മോളാർ മാസും 44 അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 മോൾ എന്ന് കിട്ടും. നമ്പർ ഓഫ് മോളുകളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടും? 1 മോൾ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്, 1 മോൾ. ഇനി നമുക്ക് വോളിയം, വ്യാപ്തമാണ് വേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ തന്നിരിക്കുന്ന മാസം നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ, നമുക്ക് വോളിയം അറിയത്തില്ല, അപ്പോൾ V എന്ന് കൊടുക്കുന്നു ബൈ 22.4 ലിറ്റർ. 22.4 ലിറ്റർ. മോളുകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 ഈക്വൽ V ഹരിക്കുക ബൈ 22.4. റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് V ഈക്വൽ 1 × 22.4 എന്ന് വരും, ഈക്വൽ 22.4 ലിറ്റർ എന്ന് കിട്ടും. നെക്സ്റ്റ് നോക്കാം. അടുത്തതെന്ന് പറയാൻ 2 × 6.022 × 10⁻23 NH3 മോളിക്യൂൾസാണ്. ഇവിടെ നേരിട്ട് മോളുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. എത്രയാണ് ഈ മോളുകളുടെ എണ്ണം പറയാമോ? 2 മോളുകളുടെ എണ്ണം. നമ്മൾ മോളിക്യൂൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്ന രീതി പറഞ്ഞായിരുന്നു. മോളുകളുടെ എണ്ണം നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡോ നമ്പറാണ്. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു NA, അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം ഇൻറ്റു അവഗാഡോ നമ്പറാണ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറഞ്ഞു. അപ്പോൾ നേരിട്ട് നമുക്കിവിടെ മോളുകളുടെ എണ്ണം തന്നിട്ടുണ്ട് 2. അപ്പോൾ നേരിട്ട് നമുക്ക് അറിയാവുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പം N ഈക്വൽ വോളിയം ബൈ വ്യാപ്തം ബൈ 22.4. മോളുകളുടെ എണ്ണം 2. അപ്പോൾ 2 ഈക്വൽ V ബൈ 22.4. റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് V ഈക്വൽ 22.4 × 2 ഈക്വൽ 44.8 ലിറ്റർ എന്ന് വരും. അപ്പോൾ ഇവിടെ മോളുകളുടെ എണ്ണം നേരിട്ട് തന്നുകൊണ്ടാണ് നമ്മൾ നേരിട്ട് നമുക്കറിയാവുന്ന ഇക്വേഷനിലേക്ക് കൊടുത്ത് റീഅറേഞ്ച് ചെയ്ത് വോളിയം, വ്യാപ്തം കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് എത്രയൊക്കെ കിട്ടി ഓരോത്തിൻ്റെ വോളിയം? ഇത് 44.8 ലിറ്റർ എന്ന് കിട്ടി. രണ്ടാമത്തേന് 22.4 ലിറ്റർ എന്ന് കിട്ടി. മൂന്നാമത്തേതും 44.8 ലിറ്റർ എന്ന് കിട്ടി. അപ്പോൾ ആരൊക്കെയാണ് ഈക്വൽ വോളിയംസ്, തുല്യ വ്യാപ്തം കാണിക്കുന്ന ആരൊക്കെയാണ്? എയും സിയുമാണ്. അങ്ങനെ നമ്മൾ ചാപ്റ്ററിൻ്റെ അവസാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവസാനത്തെ ഭാഗമാണ് മോൾ സങ്കല്പനവും സമവാക്യങ്ങളും. മോൾ കൺസെപ്റ്റ് ആൻഡ് കെമിക്കൽ ഇക്വേഷൻ. യു ഹാവ് ഓൾറെഡി ലേൺ ടു ബാലൻസ് ഇക്വേഷൻസ്. സമവാക്യങ്ങൾ സമീകരിക്കുവാൻ, ബാലൻസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാവ് എ ലുക്ക് അറ്റ് ദി ഗിവൺ ഇക്വേഷൻ. ചുവടെ നൽകിയിരിക്കുന്ന സമവാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. 2H2 plus O2 gives 2H2O. Here it can be seen that 2 hydrogen molecules combine with 1 oxygen molecule to form 2 water molecules. 2 ഹൈഡ്രജൻ തന്മാത്രകളും 1 ഓക്സിജൻ തന്മാത്രയും കൂടെ ചേർന്നാണ് 2 വാട്ടർ തന്മാത്രകൾ, 2
ജലത്തിൻ്റെ മോളിക്യൂൾസ് ഉണ്ടാകുന്നത് അല്ലേ? ഇഫ് വി ടേക്ക് 2 moles ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾസ് ഇൻസ്റ്റെഡ് ഓഫ് 2 ഹൈഡ്രജൻ മോളിക്യൂൾസ്, നമ്മൾ 2 ഹൈഡ്രജൻ തന്മാത്രകൾക്ക് പകരം 2 മോൾ ഹൈഡ്രജൻ തന്മാത്രകൾ മോളിക്യൂൾസ് എടുത്താലോ? അപ്പം നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ എഴുതാം? 2 mol H2 പ്ലസ് ഇവിടെ 1 മോളേ ഉള്ളൂ, അപ്പോൾ 1 mol O2 ഗീവ്സ് ഇവിടെ 2 വാട്ടർ തന്മാത്രകളാണ് അല്ലെങ്കിൽ 2 ജലത്തിൻ്റെ തന്മാത്രകളാണ്, അപ്പോൾ 2 mol H2O എന്ന് വരും. ഹൗ ക്യാൻ ദി ഇക്വേഷൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് മാസ്? സമവാക്യത്തെ മാസിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ എഴുതാം? ഈ ഇക്വേഷനെ നമ്മൾ എങ്ങനെ മാസിൻ്റെ ടേംസിൽ റൈറ്റ് ചെയ്യും? വാട്ട് ഈസ് ദി മാസ് ഓഫ് 2 mol ഹൈഡ്രജൻ? 2 മോൾ ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? 1 മോൾ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ആണ് അല്ലേ? 1 മോൾ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുമ്പോൾ 2 ആണ്. അങ്ങനെയാണെങ്കിൽ 2 മോൾ ഹൈഡ്രജൻ്റെ മാസ് എന്താണ്? 2 മോൾ ഹൈഡ്രജൻ്റെ മാസ് എന്താണ്? ഈ 2ൻ്റെ കൂടെ ഈ 2 കൂടെ ഇൻറ്റു ചെയ്യുക, അപ്പോൾ 2 × 2 അപ്പോൾ എത്ര കിട്ടും? 4 ഗ്രാം എന്ന് കിട്ടും. ഇനി വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 മോൾ ഓഫ് ഓക്സിജൻ? 1 മോൾ ഓഫ് ഓക്സിജൻ്റെ മാസ് എത്രയാണ്? ഓക്സിജൻ മാസ് 1 മോൾ ആണെങ്കിൽ 1 മോൾ ഓഫ് O2, ഒരു ഓക്സിജൻ്റെ മാസ് 16 ആണ്. 2 ഓക്സിജൻ ആകുമ്പോഴത്തേക്ക് 16 × 2 അപ്പോൾ 32 ഗ്രാം. 32 ഗ്രാം. അപ്പോൾ വാട്ട് ഈസ് ദി മാസ് ഓഫ് 1 മോൾ ഓക്സിജൻ? 1 മോൾ ഓക്സിജൻ്റെയോ? 32 ഗ്രാം. അതുപോലെ തന്നെ 1 മോൾ H2O ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് 18 ഗ്രാമാണ്. ഹൈഡ്രജൻ ഇവിടെ എത്രയാണ്? 2 എണ്ണം ഉണ്ട്, അപ്പോൾ 1 × 2 പ്ലസ് ഓക്സിജൻ 1 ഉള്ളൂ, അപ്പോൾ 16. അപ്പോൾ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 18 ഗ്രാം എന്ന് കിട്ടും. 18 എന്ന് കിട്ടും. അപ്പോൾ 1 മോൾ H2O 18 ആണ്. അങ്ങനെയാണെങ്കിൽ 2 മോൾ H2O ജലതന്മാത്രയുടെ എത്രയായിരിക്കും? 18 × 2 ചെയ്യണം, അപ്പോൾ നമുക്ക് 36 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ യു ഹാവ് ഓൾറെഡി ഫൗണ്ട് ദാറ്റ് ദി മാസ് ഓഫ് 2 മോൾ H2O ഈസ് 36 ഗ്രാം. 2 മോൾ H2Oയുടെ മാസ് 36 ഗ്രാം ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തിയല്ലോ. അങ്ങനെയെങ്കിൽ എങ്ങനെ വരും? 4 ഗ്രാം H2 പ്ലസ് 32 ഗ്രാം O2 ഗീവ്സ് 36 ഗ്രാം H2O എന്ന് വരും. അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ, ഈ സമവാക്യം അനുസരിച്ച് 4 ഗ്രാം ഹൈഡ്രജൻ മൊത്തമായിട്ട് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാലാണ് നമുക്ക് 36 ഗ്രാം വാട്ടർ ജലം ലഭിക്കുന്നത്. അപ്പോൾ ഈ വാക്യം അനുസരിച്ച് 4 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായും ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ 36 ഗ്രാം ജലം ലഭിക്കുമല്ലോ. ദെൻ അടുത്തൊരു ചോദ്യം നോക്കാം. ഹൗ മെനി ഗ്രാംസ് ഓഫ് വാട്ടർ വിൽ ബി ഒബ്റ്റെയിൻഡ് ഇഫ് 40 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട്സ് കംപ്ലീറ്റ്ലി വിത്ത് ഓക്സിജൻ? 40 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ എത്ര ഗ്രാം ജലം ലഭിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ നേരത്തെ കണ്ടുപിടിച്ചു 4 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായി പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന ജലത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 36 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജന് പൂർണ്ണമായി പ്രവർത്തിച്ചാൽ കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്താൽ കിട്ടുന്ന വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 36 ഡിവൈഡ് ബൈ 4 ചെയ്യണം. എന്ത് ചെയ്യണം? 1 ഗ്രാമിൻ്റെ കണ്ടുപിടിക്കാൻ 36 ഡിവൈഡ് ബൈ 4 ചെയ്യണം. അപ്പം നമുക്ക് എത്ര കിട്ടും? 9 ഗ്രാം എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ 40 ഗ്രാം ഹൈഡ്രജന് മൊത്തമായി പ്രവർത്തിച്ചാൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ കിട്ടിയ 9ൻ്റെ കൂടെ 40 ഇൻറ്റു ചെയ്യണം, ഗുണിക്കണം. അപ്പോൾ 9 × 40, അങ്ങനെ നമുക്ക് 360 ഗ്രാം എന്ന് കിട്ടും. ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന 40 ഗ്രാം ഹൈഡ്രജൻ മൊത്തമായി റിയാക്ട് ചെയ്താൽ, റിയാക്ട്സ് കംപ്ലീറ്റ്ലി വിത്ത് ഓക്സിജൻ, മൊത്തമായിട്ട് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാൽ എത്ര ഗ്രാം ജലം ലഭിക്കുമെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം 4 ഗ്രാം ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാൽ കിട്ടുന്ന ജലത്തിൻ്റെ ഗ്രാം എന്ന് പറയുന്നത് 36 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജൻ മൊത്തമായിട്ട് പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന ജലത്തിൻ്റെ അളവെന്ന് പറയുന്നതിന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ 36 4 കൊണ്ട് ഹരിക്കുക, 36 ഡിവൈഡ് ബൈ 4 ചെയ്യുക, അപ്പോൾ നമുക്ക് 9 ഗ്രാം എന്ന് കിട്ടും. അതിന് ശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്
നോക്കുക. 40 ഗ്രാം ഹൈഡ്രജൻ. അപ്പോൾ 40 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട്സ് കംപ്ലീറ്റ്ലി. മൊത്തമായിട്ട് പ്രവർത്തിച്ചാൽ കിട്ടുന്ന ജലത്തിൻ്റെ അളവ് ഗ്രാം എത്രയാണ്? അപ്പോൾ എന്ത് ചെയ്യണം? ഈ 9 × 40. അപ്പോൾ നമുക്ക് 360 ഗ്രാം എന്ന് കിട്ടും. അടുത്ത ചോദ്യമാണ്, ഹൗ മച്ച് ഓക്സിജൻ ഈസ് റിക്വയർഡ് ഫോർ ദിസ് മച്ച് ഹൈഡ്രജൻ ടു റിയാക്ട് കംപ്ലീറ്റ്ലി ആൻഡ് ഫോം വാട്ടർ? ഇത്രയും H2 പൂർണ്ണമായി പ്രവർത്തിച്ച് ജലം ലഭിക്കാൻ എത്ര ഓക്സിജൻ വേണം? ഇവിടെ എത്ര ഓക്സിജൻ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 ഗ്രാം H2, സെയിം 40 ഗ്രാമിൻ്റെ കേസ് തന്നെയാണ് പറയുന്നത്. അത്രയും ഗ്രാമിൽ എത്ര ഓക്സിജൻ ഉണ്ടായാലാണ് നമുക്ക് വാട്ടർ ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഗ്രാം ഹൈഡ്രജനോടൊപ്പം 32 ഗ്രാം ഓക്സിജൻ ചേർന്നപ്പോഴാണ് നമുക്ക് 36 ഗ്രാം ജലം വാട്ടർ കിട്ടിയത്. അപ്പോൾ 4 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായി പ്രവർത്തിക്കാൻ ടു റിയാക്ട് കംപ്ലീറ്റ്ലി ആവശ്യമായ ഓക്സിജൻ റെക്കോർഡ് എന്ന് പറയുന്നത് 32 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം, എപ്പോഴും നമ്മൾ 1 ഗ്രാമിൻ്റെ കേസ് കണ്ടുപിടിക്കണം. 1 ഗ്രാം ഹൈഡ്രജൻ ടു റിയാക്ട് കംപ്ലീറ്റ്ലി ചെയ്യാൻ എത്ര ഓക്സിജൻ ആവശ്യമാണ്? 1 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഓക്സിജൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഈ 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. അപ്പോൾ 32 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 8 ഗ്രാം എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 40 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായി പ്രവർത്തിക്കാൻ എത്രമാത്രം ഓക്സിജൻ വേണം? ദ ഓക്സിജൻ റെക്കോർഡ് ഫോർ 40 ഗ്രാം ഹൈഡ്രജൻ ടു റിയാക്ട് കംപ്ലീറ്റ്ലി ഈക്വൽ, ഈ കിട്ടിയ 8നെ 40 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ നമുക്ക് 320 ഗ്രാം എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷനിലുള്ളതുപോലെ തന്നെ എഴുതുക. ഇപ്പോൾ 4 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായി പ്രവർത്തിക്കാൻ എത്രമാത്രം ഓക്സിജൻ വേണം? അപ്പോൾ 32 ഗ്രാം വേണം. അത് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1 ഗ്രാമിൻ്റെ കണ്ടുപിടിക്കും. 1 ഗ്രാം ഹൈഡ്രജൻ പ്രവർത്തിക്കുവാൻ ആവശ്യമായ ഓക്സിജൻ്റെ അളവ്, ഓക്സിജൻ റെക്കോർഡ് ഫോർ 1 ഗ്രാം ഹൈഡ്രജൻ ടു റിയാക്ട് കംപ്ലീറ്റ്ലി ചെയ്യാൻ എന്ത് ചെയ്യണം? 32 ഡിവൈഡ് ബൈ 4 ചെയ്യണം. അപ്പോൾ 8 ഗ്രാം നമുക്ക് കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 40 ഗ്രാമിൻ്റെ കേസിലുള്ളത്. അപ്പോൾ ദി ഓക്സിജൻ റെക്കോർഡ് ഫോർ 40 ഗ്രാം ഹൈഡ്രജൻ ടു റിയാക്ട് കംപ്ലീറ്റ്ലി. 40 ഗ്രാം വെച്ചിട്ട് പൂർണ്ണമായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഓക്സിജൻ്റെ അളവ് എന്ന് പറയുമ്പോൾ 8 × ഈ കിട്ടിയ നമ്പർ ഇൻറ്റു നമ്മുടെ ക്വസ്റ്റ്യനിലെ 40 × 40 ഈക്വൽ 320 ഗ്രാം എന്ന് കിട്ടും. ലെറ്റ് us analyze another situation. മറ്റൊരു സന്ദർഭം വിശകലനം ചെയ്യാം. ദി റിയാക്ഷൻ ഇൻ വിച്ച് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ react to give ammonia is of high significance in the field of agriculture. നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിച്ച് അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനം കാർഷിക രംഗത്ത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇക്വേഷനാണ് N2 + 3H2 gives 2NH3. If this equation is analyzed on the basis of mole concept, മോൾ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമവാക്യം വിശകലനം ചെയ്താൽ നമുക്ക് എങ്ങനെ വരും? 1 mol N2 അല്ലേ? ഇവിടെ ഒന്നുമില്ലെന്ന അല്ല, ഇവിടെ ഒന്നുണ്ടെന്നർത്ഥം. അപ്പോൾ 1 mol N2 + 3 നമ്മളെങ്ങനെ എഴുതും? 3 mol H2 gives 2 mol NH3 എന്ന് വരും. ഓൺ ദി ബേസിസ് ഓഫ് മാസ് ഇറ്റ് ഈസ്, മാസിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുമ്പോൾ ഒരു നൈട്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 14. അപ്പോൾ 2 നൈട്രജൻ്റെ വരുമ്പോഴത്തേക്ക് 14 × 2 ചെയ്യണം. 14 × 2 അപ്പോൾ 28 ഗ്രാം എന്ന് കിട്ടും. 28 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ 28 ഗ്രാം N2 പ്ലസ് ഒരു ഹൈഡ്രജൻ്റെ 1 എന്നാണ്. അപ്പോൾ 2 ഹൈഡ്രജൻ വരുമ്പോഴത്തേക്ക് അവിടെ 2 എന്നാവും അല്ലേ? ഒരു ഹൈഡ്രജൻ്റെ 1 എന്നാണ്. 2 ഹൈഡ്രജൻ വരുമ്പോഴത്തേക്ക് അവിടെ 2 ഗ്രാം എന്ന് കിട്ടും. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 2 × 3 ചെയ്യണം. 2 × 3 ചെയ്യണം. അപ്പോൾ നമുക്ക് 6 ഗ്രാം എന്ന് കിട്ടും. 6 ഗ്രാം എന്ന് കിട്ടും. ഒരു ഹൈഡ്രജൻ്റെ 1, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. ഇവിടെ മൊത്തത്തിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 2 × 3 ചെയ്യുക. അപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. അഥവാ നമുക്കറിയാം H2വിൻ്റെ മാസ് എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്കറിയാം. ഇവിടെ 3 H2 ഉണ്ട്. അപ്പോൾ 2 × 3 ചെയ്താൽ നമുക്ക് 6 എന്ന് കിട്ടും. എളുപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി NH3 നമുക്കറിയാം 17 ആണ്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ കണ്ടുപിടിച്ചതാണ്. 17 ആണെന്ന് അറിയാം.
നൈട്രജൻ്റെ 14 ഹൈഡ്രജൻ്റെ 1 × 3 മൂന്നും കൂടെ ചേരുമ്പോൾ 17 കിട്ടുമെന്നറിയാം. 2 NH3 മോളിക്കൂളുണ്ട്. അപ്പോൾ നമുക്ക് 34 കിട്ടും. 17 × 2 34 ഗ്രാം കിട്ടും. അപ്പം മാസിൻ്റെ ബേസിൽ മാസിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുമ്പോൾ 28 ഗ്രാം N2 + 6 ഗ്രാം H2 gives 34 ഗ്രാം NH3 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ if we know how much ammonia is to be produced, we can determine the amount of reactants to be used. എത്ര അമോണിയ ഉൽപ്പാദിപ്പിക്കണമെന്ന് അറിയാമെങ്കിൽ ഉപയോഗിക്കേണ്ട അഭികാര്യങ്ങളുടെ അളവ് മുൻകൂട്ടി നിശ്ചയിക്കാമല്ലോ. എത്ര അമോണിയ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻസിൻ്റെ അളവും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഹൗ മെനി മോൾസ് ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 6 മോൾ അമോണിയ? എത്ര മോൾ ഹൈഡ്രജനും നൈട്രജനും എടുത്താലാണ് നമുക്ക് 6 മോൾ അമോണിയ നിർമ്മിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനും ചേർന്നാണ് നമുക്ക് 2 മോൾ NH3 കിട്ടുന്നത് അല്ലേ? നമ്മൾ മുമ്പ് കണ്ട ഇക്വേഷനാണ്. 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനും H2 ചേർന്നാൽ 2 മോൾ NH3 കിട്ടുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദി റിയാക്റ്റൻസ്? അഭികാര്യങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ഇവരുടെ മോളുടെ എണ്ണം നമുക്ക് റേഷ്യോയിലാക്കി എഴുതി വെച്ചാൽ മതി. എന്താണ്? 1:3 ആണ് ഇവിടുത്തെ അംശബന്ധം എന്ന് പറയുന്നത്. 1:3. റിയാക്റ്റൻ്റെ റേഷ്യോ എന്താ? 1:3. അപ്പോൾ ആദ്യം നമുക്ക് എത്രമാത്രം നൈട്രജൻ വേണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇത് എമൗണ്ട് ഓഫ് നൈട്രജൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 2 മോൾ ഓഫ് അമോണിയ. ഈ തന്നിരിക്കുന്ന ഇക്വേഷനിലുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ എഴുതുക. അപ്പോൾ 2 മോൾ അമോണിയ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായ നൈട്രജൻ്റെ അളവ് എന്ന് പറയുന്നത് 1 ആണ്. 1 മോളാണ് അല്ലേ? ദി എമൗണ്ട് ഓഫ് നൈട്രജൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 2 മോൾ അമോണിയ ഈസ് 1 മോൾ. അങ്ങനെയെങ്കിൽ 1 മോൾ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ 1 ഗ്രാമിൻ്റെയും 1 മോളിൻ്റെയും കേസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഉത്തരത്തിലേക്ക് നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ 1 മോൾ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര ഗ്രാം നൈട്രജൻ വേണം? 1 മോൾ അമോണിയ ഉണ്ടാവാൻ പ്രവർത്തിക്കേണ്ട നൈട്രജൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യണം? 1/2 ചെയ്യണം. 1/2 ചെയ്യുക. അപ്പോൾ ഹാഫ് മോളെന്ന് നമുക്ക് കിട്ടും അല്ലേ? ഹാഫ് മോളെന്ന്. അങ്ങനെയെങ്കിൽ ദി എമൗണ്ട് ഓഫ് നൈട്രജൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 6 മോൾ അമോണിയ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 6 മോൾ അമോണിയ പ്രവർത്തിക്കാൻ ആവശ്യമായ നൈട്രജൻ്റെ അളവ് 1 മോളിൽ കിട്ടിയ ഉത്തരമായ ഹാഫ് മോൾ ഇൻറ്റു 6 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും 3 മോൾ. 3 മോൾ നൈട്രജൻ ആവശ്യമാണ്. അപ്പോൾ നൈട്രജൻ 3 മോൾ വേണമെന്ന് മനസ്സിലാക്കി അല്ലേ? ഈ ഹൈഡ്രജൻ എത്ര വേണം 6 മോൾ അമോണിയ ഉണ്ടാക്കണമെങ്കിൽ? അപ്പം നമ്മുടെ മുമ്പിലത്തെ ഇക്വേഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 2 മോൾ അമോണിയയ്ക്ക് 3 മോൾ ഹൈഡ്രജൻ ആവശ്യമാണ്. 1 N2 + 3 H2 gives 2 NH3 എന്നല്ലേ? അപ്പോൾ 2 മോൾ അമോണിയയ്ക്ക് 3 മോൾ ഹൈഡ്രജൻ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ 1 മോളിൻ്റെ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ 1 മോൾ അമോണിയയ്ക്ക് ആവശ്യമായ ഹൈഡ്രജൻ്റെ അളവെന്ന് പറയുമ്പോൾ 3/2 മോൾ എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്ന എത്ര മോൾ ഉണ്ടാക്കാനാ? 6 മോൾ അമോണിയ ഉണ്ടാക്കാൻ ആവശ്യമായ ഹൈഡ്രജൻ്റെ അളവ്. ദി എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ടു ബി റിയാക്റ്റഡ് ഫോർ പ്രൊഡ്യൂസിങ് 6 മോൾ അമോണിയ. 3/2 × 6 ചെയ്യണം. അപ്പം നമുക്ക് 9 മോൾ എന്ന് കിട്ടും. 6 മോൾ അമോണിയ കിട്ടണമെങ്കിൽ 3 മോൾസ് നൈട്രജനും വേണം, 9 മോൾ ഹൈഡ്രജനും വേണം അല്ലേ? അപ്പോൾ 3 മോൾസ് ഓഫ് നൈട്രജൻ ഷുഡ് റിയാക്ട് വിത്ത് 9 മോൾസ് ഓഫ് ഹൈഡ്രജൻ ടു ഫോം 6 മോൾസ് ഓഫ് അമോണിയ. 6 മോൾ അമോണിയ ഉണ്ടാവാൻ 3 മോൾ നൈട്രജനും 9 മോൾ ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിക്കണം. If the amount of any of this reactant is less, the product will be formed proportionately. ഇതിൽ ഏതെങ്കിലും അഭികാരം കുറവാണെങ്കിൽ ഇവിടെ എടുക്കുന്ന ഏതെങ്കിലും അഭികാരം ഹൈഡ്രജൻ്റെ ഈ ഒരു അളവിൽ താഴ്ന്നാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അതിനനുപാതികമായി മാത്രമേ ഉൽപ്പന്നം ഉണ്ടാവുകയുള്ളൂ. നമുക്ക് 6 മോൾ ആയിരിക്കില്ല കിട്ടുന്നത്. Then what is the quantity of ammonia produced when 6 moles of nitrogen react with 6 moles of hydrogen? 6 മോൾ നൈട്രജൻ 6 മോൾ ഹൈഡ്രജനുമായി പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന അമോണിയയുടെ അളവ് എത്ര? നമുക്ക് ഇവിടെ
കാണാൻ സാധിക്കും 3 മോൾ നൈട്രജനും 9 മോൾ ഹൈഡ്രജനും ചേർന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 6 മോൾ അമോണിയ കിട്ടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ അഭികാര്യങ്ങളുടെ നമ്മുടെ റിയാക്റ്റൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് 3:9 എടുക്കാം. 9 ആ റേഷ്യോ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആക്കാമല്ലോ. അപ്പോൾ 1:3 എന്ന് കിട്ടും. അപ്പോൾ അമോണിയയുടെ അഭികാര്യങ്ങൾ എടുക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് നൈട്രജനും ഹൈഡ്രജനും എടുക്കുന്ന റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? 1:3 റേഷ്യോയിലായിരിക്കും. 1:3 അംശബന്ധത്തിലായിരിക്കും നമ്മൾ എപ്പോഴും നൈട്രജനും ഹൈഡ്രജനും അമോണിയയുടെ കേസിൽ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 6 മോള് നൈട്രജൻ 6 മോളും ഹൈഡ്രജനുമായിട്ട് ചേർന്നുണ്ടാകുന്ന അമോണിയയുടെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ only 2 moles ഓഫ് നൈട്രജൻ മാത്രമേ 6 മോൾ ഓഫ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ. കാരണം എപ്പോഴും അഭികാര്യം 1:3 അംശബന്ധത്തിൽ അല്ലെങ്കിൽ 1:3 റേഷ്യോയിലാണ് നമ്മൾ അമോണിയ ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പോൾ only 2 moles ഓഫ് നൈട്രജൻ റിയാക്ട് വിത്ത് 6 moles ഓഫ് ഹൈഡ്രജൻ. ബിക്കോസ് കാരണം N:H എന്ന് പറയുന്നത് 1:3 ആണ്. 6 മോൾ ഹൈഡ്രജനുമായി 2 മോൾ നൈട്രജൻ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 മോൾസ് ഓഫ് നൈട്രജനും 6 മോൾസ് ഓഫ് ഹൈഡ്രജനും കൂടെ ചേർന്നാൽ നമുക്ക് 4 മോൾസ് ഓഫ് അമോണിയ കിട്ടും. അപ്പോൾ പ്രവർത്തന ശേഷം ആഫ്റ്റർ ദ റിയാക്ഷൻ ഹൗ മെനി മോൾസ് ഓഫ് നൈട്രജൻ വിൽ ബി ലെഫ്റ്റ്? പ്രവർത്തന ശേഷം എത്ര മോൾ നൈട്രജൻ ബാക്കിയാവും? 2 മോളെ പ്രവർത്തിക്കുന്നുള്ളൂ. നമുക്ക് മൊത്തത്തിൽ 6 മോള് തന്നിട്ടുണ്ടായിരുന്നു. 2 മോൾ നൈട്രജൻ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കി എത്ര മോൾ ബാക്കിയാവും? 4 മോള് ബാക്കിയാവും. The main component of biogas is methane, CH4. Note the equation of its combustion. ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥെയിൻ ആണ്, CH4 ആണ്. അത് ജ്വലിക്കുന്നതിൻ്റെ സമവാക്യം ശ്രദ്ധിക്കൂ. CH4 plus 2O2 gives CO2 plus 2H2O. CH4 plus 2O2 gives CO2 plus 2H2O. On the basis of moles, മോളുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? CH4 എന്ന് പറയുമ്പോൾ അവിടെ എത്ര മോളുണ്ട്? 1 മോളേ ഉള്ളൂ. 1 മോൾ CH4 പ്ലസ് 2O2. അപ്പോൾ 2 മോൾ O2 gives 1 CO2. 1 അല്ലേ ഉള്ളൂ. 1 മോൾ CO2 പ്ലസ് 2H2. അപ്പോൾ 2 മോൾ H2 എന്ന് എഴുതാം. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പറിനെ എല്ലാം മോളാക്കി അങ്ങോട്ട് എഴുതാം. ഇവിടെ ഒന്നും ഇല്ലെന്നല്ല അർത്ഥം, ഇവിടെ 1 ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ 1 മോൾ CH4. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് മാസിൻ്റെ ഇതിലാണ് നമുക്ക് എങ്ങനെ എഴുതാം? CH4 കാർബൺ എന്ന് പറയുമ്പോൾ 12 ആണ്, ഹൈഡ്രജൻ്റെ 1 ആണ്. അപ്പോൾ 1 × 4 എന്ന് വരും. അപ്പോൾ 12 + 4 നമുക്ക് 16 ഗ്രാം എന്ന് കിട്ടും. 16. ഓക്കെ, 16 ഗ്രാം. ഓക്സിജൻ O2 എന്ന് പറയുന്നത് 32 ആണ്. 16 + 16 32 ആണ്. ഇവിടെ എത്ര മോൾ ഉണ്ട്? 2 മോൾ. അപ്പോൾ 32 × 2 64 കിട്ടും. 64 ഗ്രാം O2. കാർബൺ ഡയോക്സൈഡിൻ്റെ CO2ൻ്റെ നമുക്കറിയാം, ഇവിടെ 1 മോളേ ഉള്ളൂ. അപ്പോൾ 44 ഗ്രാം. H2ൻ്റെ ഇവിടെ 2 മോളാണ്. 1 മോളിൽ H2O എന്ന് പറയുന്നത് 18 ഗ്രാം ആണ്. അങ്ങനെ 2 മോളാണെങ്കിൽ 36 ഗ്രാം, 36 ഗ്രാം. 18 × 2 ചെയ്താൽ മതി. അപ്പോൾ 36 ഗ്രാം. അപ്പോൾ മാസിൻ്റെ അടിസ്ഥാനത്തിൽ 16 ഗ്രാം CH4 പ്ലസ് 64 ഗ്രാം O2 gives 44 ഗ്രാം CO2 പ്ലസ് 36 ഗ്രാം H2O എന്ന് കിട്ടും. വാട്ട് ഈസ് ദി മാസ് ഓഫ് ഓക്സിജൻ റെക്കോർഡ് ടു റിയാക്ട് വിത്ത് 16 ഗ്രാം ഓഫ് മീഥെയിൻ? 16 ഗ്രാം മീഥെയിനുമായി പ്രവർത്തിക്കാൻ വേണ്ട ഓക്സിജൻ്റെ മാസ് എത്രയാണ്? 64 ഗ്രാം. 64 ഗ്രാം. 64 ഗ്രാം ആണ് വേണ്ടത്. Find the volume of CO2 produced by the complete combustion of 16 gram of methane. 16 ഗ്രാം മീഥെയിൻ പൂർണ്ണമായി ജ്വലിച്ചാൽ ലഭിക്കുന്ന CO2ൻ്റെ വ്യാപ്തം കണ്ടെത്താമോ എന്നാണ് ചോദിച്ചത്. 16 ഗ്രാം CH4 മൊത്തമായി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന CO2ൻ്റെ ഗ്രാം എന്ന് പറയുന്നത് 44 ഗ്രാം അല്ലേ? 1 മോൾ CH4 മൊത്തമായി കത്തിയാൽ കിട്ടുന്നത് 1 മോൾ CO2 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ മോളിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. N = 1 എന്ന് നമുക്ക് അതിന് ഈസിലി ഫൈൻഡ് ചെയ്യാം. ഇനി വ്യാപ്തം കണ്ടുപിടിച്ചാൽ പോരെ, വോളിയം കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ മോളുകളുടെ എണ്ണം at STP = വോളിയം ബൈ
മോളാർ വ്യാപ്തം അറ്റ് STP അല്ലെങ്കിൽ 22.4. അപ്പോൾ V ഈക്വൽ 22.4 ലിറ്റർ എന്ന് കിട്ടും അല്ലേ. N എന്ന് പറയുന്നത് 1 ആണ്, ഈക്വൽ 1 ആണ്. 1 ഈക്വൽ 22.4 ലിറ്റർ. റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് 1 × 22.4 എന്ന് വരും. അപ്പോൾ നമുക്ക് വോളിയം വ്യാപ്തം എന്ത് കിട്ടും? CO2ൻ്റെ 22.4 ലിറ്റർ എന്ന് വരും. കണ്ടുപിടിച്ചത് മനസ്സിലായോ? 16 ഗ്രാം CH4ൽ CO2ൻ്റെ വ്യാപ്തമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് നോക്കി? ഇക്വേഷനിൽ 16 ഗ്രാം CH4 മൊത്തം കത്തുമ്പോൾ കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് 44 ഗ്രാം. എന്ന് വെച്ചാൽ 1 മോൾ CH4 മൊത്തമായി കത്തിയാൽ 1 മോൾ CO2 ആണ്. അപ്പോൾ മോളുകളുടെ എണ്ണം നമുക്ക് ഈസിലി അതിൽ നിന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ അറിയാം, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു വോളിയം ബൈ 22.4. മോളുകളുടെ എണ്ണം 1 ആണ്. 1 ഈക്വൽ V ബൈ 22.4. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് V ഈക്വൽ 22.4 ലിറ്ററിന് ഈസിലി കിട്ടിയില്ല. അപ്പോൾ വോളിയം ഓഫ് CO2ൻ്റെ വ്യാപ്തം എത്രയാണ്? 22.4 ലിറ്റർ. Thus, it can be seen that the amount of CO2 released when each gram of methane is burned is about 3 times the mass of methane. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഓരോ ഗ്രാം മീഥേൻ ജ്വലിക്കുമ്പോഴും പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ മാസ് ഏകദേശം മീഥെയിൻ മാസിനേക്കാൾ 3 മടങ്ങ് ഉണ്ടെന്ന് കാണാൻ സാധിച്ചു. ബ്യൂട്ടേൻ C4H10 present in cooking gas also emits about 3 times CO2 when burned. പാചകവാതത്തിൽ അടങ്ങിയിട്ടുള്ളതാണ് ബ്യൂട്ടേൻ. ബ്യൂട്ടേൻ ജ്വലിക്കുമ്പോഴും ഏകദേശം 3 മടങ്ങ് CO2 കാർബൺ ഡയോക്സൈഡിനെ പുറത്തുവിടുന്നുണ്ട്. ഓൾ ഓഫ് ദീസ് ആർ ഫോസിൽ ഫ്യൂവൽസ്. ഇവയെല്ലാം ഫോസിൽ ഇന്ധനങ്ങളാണല്ലോ. നൗ ഡു യു അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് ടു കൺട്രോൾ ദി യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്? ഇപ്പം മനസ്സിലായോ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന്? Compounds such as lime and baking soda are used to neutralize acid wastes from industries. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന ആസിഡ് മാലിന്യങ്ങൾ നിർവീര്യമാക്കാൻ നമ്മൾ ചുണ്ണാമ്പ്, ലൈമും ബേക്കിംഗ് സോഡ ആണ് ഉപയോഗിക്കുന്നത്. The above examples will help you to find out the amount of compounds to be used for this purpose. നമ്മൾ മുകളിൽ ചെയ്ത കണ്ടെത്തലുകളിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ സംയുക്തങ്ങൾ എത്ര എമൗണ്ടിൽ ഉപയോഗിക്കണമെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. H2SO4 + CaOH ട്വൈസ് ലൈമാണിത്, ചുണ്ണാമ്പ്. അപ്പോൾ അത് CaSO4 + 2H2O ആയി മാറുന്നു. അതുപോലെ തന്നെ H2SO4 + 2NaHCO3 ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ അത് പ്രവർത്തിക്കുമ്പോൾ Na2SO4 + 2H2O + 2CO2. ഇപ്പോൾ ഇത് എമൗണ്ട് ഓഫ് ലൈം ആൻഡ് ബേക്കിംഗ് സോഡ യൂസ്ഡ് ബൈ ഫാക്ടറീസ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ഫ്രം ദിസ് ഇക്വേഷൻ. ഫാക്ടറികൾ ഇതിനായി ഉപയോഗിക്കുന്ന കുമ്മായത്തിൻ്റെയും ബേക്കിംഗ് സോഡയുടെ അളവ് ഈ സമവാക്യങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താമല്ലോ. അത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ലൈം ഇൻ കിലോഗ്രാം റിക്വയർഡ് ടു ന്യൂട്രലൈസ് 980 കിലോഗ്രാം ഓഫ് സൾഫ്യൂരിക് ആസിഡ്. 980 കിലോഗ്രാം സൾഫ്യൂരിക് ആസിഡിനെ നിർവീര്യമാക്കാൻ ആവശ്യമായ ചുണ്ണാമ്പിൻ്റെ അളവ് കിലോഗ്രാമിൽ കണക്കാക്കുക. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ചുണ്ണാമ്പിൻ്റെ അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചുണ്ണാമ്പിൻ്റെയും സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നു. ആ മോളിക്കുലാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ CaOH ട്വൈസ് ഈക്വൽ കാൽഷ്യം എന്ന് പറയുമ്പോൾ 40 പ്ലസ് ഓക്സിജൻ 2 ഉണ്ട്, അപ്പോൾ 16 × 2 32 പ്ലസ് ഹൈഡ്രജൻ 1 ആണ്, ഒരു ഹൈഡ്രജൻ്റെ, അപ്പോൾ 2 വരുമ്പോൾ 1 × 2 അങ്ങനെ നമുക്ക് 74 എന്ന് കിട്ടും. അപ്പോൾ മോളാർ മാസ് ഇവിടുത്തെ 74 ഗ്രാമാണ്. ഇനി H2SO4 സൾഫ്യൂരിക് ആസിഡിൻ്റെ 1 × 2 2 കിട്ടും, പ്ലസ് സൾഫർ 32 ആണ്, പ്ലസ് ഓക്സിജൻ 16 ആണ് 1ൻ്റെ, അപ്പോൾ 16 × 4 64. അങ്ങനെ മൊത്തത്തിൽ മോളാർ മാസ് സൾഫ്യൂരിക് ആസിഡിൻ്റെ 98 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ചുണ്ണാമ്പിൻ്റെ കിട്ടേണ്ടത് കിലോഗ്രാമിനാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവരെ കിലോഗ്രാം ആക്കിയാണ് പോകുന്നത്. അപ്പോൾ ബൈ 1000 ചെയ്യുന്നു, ഇവർ രണ്ടുപേരെയും ഡിവൈഡ് ബൈ 1000 ചെയ്യുന്നു. അങ്ങനെ 0.098 കിലോഗ്രാമും 0.074 കിലോഗ്രാമും കിട്ടുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നോക്കുകയാണ്. 0.098 കിലോഗ്രാം H2SO4 പ്രവർത്തിക്കാൻ ആവശ്യമായ ചുണ്ണാമ്പിൻ്റെ അളവ്.
എന്ന് പറയുന്നത് 0.074 കിലോഗ്രാം ചുണ്ണാമ്പ് ആവശ്യമാണ്, ലൈം ആവശ്യമാണ്. അത് നമുക്ക് ഓൾറെഡി ഈക്വേഷനിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം സൾഫ്യൂരിക് ആസിഡിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ചുണ്ണാമ്പിൻ്റെ അളവ്, ലൈമിൻ്റെ അളവ്. അപ്പോൾ നമ്മൾ ഈ ചുണ്ണാമ്പിൻ്റെ അളവിനെ ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ അളവും കൊണ്ട് ഹരിക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 0.074 ഡിവൈഡ് ബൈ 0.098 അപ്പോൾ ഈക്വൽ നമുക്ക് 0.755102 അങ്ങനെ എക്സെട്ര കുറച്ച് നമ്പർ വാല്യൂ നമുക്ക് കിട്ടും. അത്രയും കിലോഗ്രാം എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 980 കിലോഗ്രാമിന് ആവശ്യമായ ചുണ്ണാമ്പിൻ്റെ അളവ്, ചുണ്ണാമ്പിൻ്റെ കിലോഗ്രാമിലുള്ള അളവ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ കിട്ടിയ 1 കിലോഗ്രാമിലുള്ള അളവിനെ നമ്മൾ 980 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, ഗുണിക്കുമ്പോൾ നമുക്ക് എല്ലാ നമ്പരും കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം 740 എന്ന് കിട്ടും. നമ്മൾ കുറച്ച് നമ്പർ എടുത്താൽ ഗുണിക്കുകയെങ്കിൽ ഏകദേശം ഒരു 739 ഒരു റേഞ്ചിലാണ്. എന്നാലും നമുക്ക് 740 കിലോഗ്രാം എന്ന് കിട്ടും. അപ്പോൾ ആവശ്യമായ ലൈമിൻ്റെ അളവെന്ന് പറയുന്നത്, ചുണ്ണാമ്പിൻ്റെ അളവ് കിലോഗ്രാമിൽ 740 കിലോഗ്രാം, 740 കിലോഗ്രാമാണ്. 98 ഗ്രാം സൾഫ്യൂരിക് ആസിഡിനെ നിർവീര്യമാക്കാൻ 74 ഗ്രാം ചുണ്ണാമ്പ് മതി, ലൈം മതി. അങ്ങനെയാണെങ്കിൽ 980 കിലോഗ്രാം സൾഫ്യൂരിക് ആസിഡ് നിർവീര്യമാക്കാൻ ആവശ്യമായ ചുണ്ണാമ്പിൻ്റെ അല്ലെങ്കിൽ ലൈമിൻ്റെ അളവ് എന്തായിരിക്കും? 740. ഈ ഗ്രാം വെച്ച് കൺസിഡർ ചെയ്ത് തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം നേരിട്ട് കിട്ടും, 740 കിലോഗ്രാം എന്നുള്ളത്. ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലെറ്റർ സക്സസ്സുമായിട്ട് കാണാം. താങ്ക് യു.